ഏനാമാവിലാണ്. ഏനാമാവ് നെഹ്റു പാർക്ക്. ഇവിടെ വന്നിരിക്കുന്നത് നമുക്കറിയാം, ഈ ഒരു ഈവനിങ് ടൈമൊക്കെ അടിപൊളിയാക്കാനായിട്ട് നമുക്ക് ഒരുപാട് സ്പോട്ട് ഉണ്ട്. അങ്ങനെ ഒരു സൂപ്പർ സ്പോട്ടാണ് ഏനാമാവ് നെഹ്റു പാർക്ക്. ഇവിടെ പുതുതായിട്ട് കയാക്കിംഗ്, ബോട്ടിംഗ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടാലോ. ഈ ഏനാമാവ് നെഹ്റു പാർക്കിനകത്ത് മനോഹരമായിട്ടുള്ള കാഴ്ചകളും എങ്ങനെ ഒരു സായാഹ്നം നമുക്കിവിടെ വന്നിരുന്ന് വൈബാക്കാം എന്നൊക്കെ നമുക്ക് നോക്കാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്തിട്ട് വേണം അകത്ത് കയറാനായിട്ട്. കുട്ടികളാണെങ്കിൽ 3 വയസ്സ് മുതൽ 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണെങ്കിൽ ഒരു 5 രൂപ മാത്രമേ ഉള്ളൂ. ഇനി അഡൽട്ട് ആണെങ്കിൽ 15 രൂപ, 60 വയസ്സ് വരെ. ഇനി 60+ ആണെങ്കിൽ വീണ്ടും 5 രൂപയേ ഉള്ളൂ. സ്റ്റിൽ ക്യാമറ അകത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ 50 രൂപ, വീഡിയോഗ്രാഫിക്ക് ആണെങ്കിൽ 200 രൂപ. പിന്നെ കുട്ടികൾ അകത്ത് കയറുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പിന്നെ അകത്ത് ലഹരി വസ്തുക്കൾ, പുകവലി, മദ്യപാനം ഇതൊന്നും പാടില്ല, പാർക്കിങ്ങിൻ്റെ കാര്യങ്ങൾ, അങ്ങനെ നമ്മൾ പാർക്കിൽ കയറുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. രാവിലെ 10 മണി മുതൽ രാത്രി 8 മണി വരെയാണ് ഇതിനകത്ത് കടക്കാനും ഇവിടെ ഇരിക്കാനും ഒക്കെ ഉള്ള സമയം കേട്ടോ. 10 AM to 8 PM. അപ്പോൾ എന്തായാലും നമുക്ക് ടിക്കറ്റ് എടുത്ത് അകത്ത് കയറാം. ടിക്കറ്റ് എടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. എമൗണ്ട് ഒക്കെ മനസ്സിലായല്ലോ. ഇനി അകത്ത് കയറാനായിട്ട് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഗൂഗിൾ പേ അല്ലെങ്കിൽ ഓൺലൈൻ പേയ്മെൻ്റ് ഒന്നുമില്ല, റെഡി ക്യാഷ് പേയ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ടിക്കറ്റ് എടുക്കാനായിട്ട് വരുന്നവരെ കൃത്യമായിട്ട് പൈസ കയ്യിൽ വെച്ചിട്ട് വരണം, ഇല്ലെങ്കിൽ ചിലപ്പോൾ പണി വാളും. ചേച്ചി 2 ടിക്കറ്റ്. ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. അകത്ത് വന്നു കഴിഞ്ഞാൽ നല്ല രസമുണ്ട് ഇവിടെ കാണാനായിട്ട്. കാരണം പാർക്ക് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ പാർക്കിലെ കുറേ ഐറ്റംസ് ഇവിടെ ഉള്ളതുകൊണ്ട് അടിച്ചു പൊളിച്ച് ഇരിക്കാനായിട്ട് പറ്റും. പാരൻസിനാണെങ്കിലും കുട്ടികളുടെ കൂടെ വന്നു കഴിഞ്ഞാൽ അവർ കളിക്കുന്ന സമയത്ത് അങ്ങനെ അവരെ നോക്കി ഇരുന്ന് ബോറടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ നല്ല രസമായിട്ടുള്ള സീനറിയാണ് അല്ലേ. നല്ല ഒഴുകുന്ന പുഴ, നല്ല എന്താ പറയുക, നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലം. ഇങ്ങനെ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല രസമായിട്ട് ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സ്ഥലമാണ്. കുട്ടികളും എൻജോയ് ചെയ്യും, ഒപ്പം പാരൻസിനും എൻജോയ് ചെയ്യാനായിട്ട് പറ്റുന്നൊരു സ്ഥലമാണ്. ഇവിടെ ഇരിക്കാനുള്ള കുറേ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ചെറിയ ബോട്ടുകളൊക്കെ ഉണ്ട്. അതുപോലെ കയാക്കിങ്ങിന് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് കയാക്കിംഗ് സൗകര്യമുണ്ട്. അങ്ങനെ പെഡസ്റ്റൽ ബോട്ട് വേണമെങ്കിൽ അതുണ്ട്. പിന്നെ ഈ ഒരു സൺസെറ്റൊക്കെ വരുന്ന സമയത്ത് ഇവിടെ വെറുതെ വന്നിരുന്നാൽ തന്നെ എന്ത് രസമാണ്. നിറയെ കിളികളൊക്കെ വന്നിട്ടുണ്ട്. ഈ ഒരു സീസൺ ആയതുകൊണ്ടായിരിക്കാം ഈ സീസണൽ കിളികൾ ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ വന്നിരുന്ന് കുറേ നേരം, രാത്രി 8 മണി വരെ ഉണ്ട്. അപ്പോൾ ഈവനിങ് ടൈമിൽ വന്നിരിക്കാനായിട്ടൊരു ബെസ്റ്റ് ചോയ്സ് എന്ന് പറയാം അല്ലേ. ഏനാമാവ് നെഹ്റു പാർക്കിൽ വന്നു കഴിഞ്ഞാൽ പാർക്കിൽ കുട്ടികൾക്ക് അടിച്ചു പൊളിച്ച് കളിച്ച് ഇരിക്കാം. അതുപോലെ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് ഒരുപാട് ബോട്ടിംഗ് സൗകര്യം കൂടെ ഇവിടെ ഉണ്ട്. പലതരത്തിലുള്ള ബോട്ടിംഗ് ആണ്, കയാക്കിംഗ്, പെഡസ്റ്റൽ ബോട്ട്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ബോട്ടിംഗ് സൗകര്യം കൂടെ ഉണ്ട്. അത് സ്റ്റാർട്ട് ചെയ്തത് ജനുവരി 30-ാം തീയതിയാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ കൂടുതലായിട്ട് നമുക്ക് ദിലീപേട്ടനോട് ചോദിക്കാം. നമ്മൾ ബോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്തത് ജനുവരി 30-ാം തീയതിയാണ്. അതിൻ്റെ ഒരു ട്രയൽ റൺ പോലെ ഡിസംബറിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഉഷാറായതുകൊണ്ടാണല്ലോ നമ്മൾ ജനുവരി മുതലാണ് ഇത് കറക്റ്റ് നമ്മൾ ആ ഒരു ട്രാക്കിൽ വന്നിരിക്കുകയാണ്. ഒരുപാട് പേര് വരുന്നുണ്ടോ ഈ ഒരു ടൈമിലൊക്കെ? എൻ്റെ പേര് ദിലീപ് എന്നാണ്. ശരിക്കും ഞങ്ങളിവിടെ ചെമ്മാപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങളുടെ ബേസ്. കനോലി ക്രൂയിസ് ആണ് ഞങ്ങളുടെ കമ്പനിയുടെ പേര്. ഞങ്ങളുടെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കേരളത്തിൽ പ്രൈവറ്റ് മേഖലയിൽ ആദ്യമായിട്ടൊരു 100% സോളാറിൽ വർക്ക് ചെയ്യുന്ന ഒരു ബോട്ട് ഞങ്ങൾക്കുണ്ട്. പ്രൈവറ്റ് മേഖലയിൽ 100% സോളാർ വർക്ക് ഞങ്ങൾക്ക് മാത്രമുള്ളൂ, വേറെ ഒരിടത്തുമില്ല. ഗവൺമെൻറ്റിൻ്റെ ഒരു 8-9 വർഷം മുന്നേ വൈക്കത്തുണ്ട്, പക്ഷേ ഞങ്ങളാണ് ആദ്യമായിട്ട് കൊണ്ടുവന്നത്. ചെമ്മാപ്പള്ളി എന്ന് പറഞ്ഞാൽ തൃപ്പേർ അടുത്തുള്ളൊരു സ്ഥലമാണ് അവിടെ. അപ്പം ഞങ്ങളത് കുറച്ച് പ്രവാസികൾ കൂടി നടത്തുന്ന ഒരു സംരംഭമാണ്. അപ്പോൾ ഇങ്ങനെ ഇവിടെ ഈ നെഹ്റു പാർക്കിൽ ഇങ്ങനെ ഒരു ഇത് പറഞ്ഞപ്പോൾ, DTPC ഇങ്ങനെ ഒരു ഇത് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇതിന് താല്പര്യം വന്നിട്ട് ഞങ്ങൾ ഇവിടെ തുടങ്ങിയാണ്. ഇവിടെ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ കയാക്കിംഗ് ഉണ്ട്, പെഡൽ ബോട്ടുണ്ട്, പിന്നെ വഞ്ചിയുണ്ട്. അതുപോലെ വലിയ ബോട്ട് ആവശ്യത്തിനനുസരിച്ച് കൊണ്ടുവരും. അതാണ് നമ്മൾ ഈ സോളാർ ബോട്ടിന്റെ കാര്യം പറഞ്ഞില്ലേ, അതെങ്ങനെയാണ് അതിന്റെ കാര്യങ്ങളൊക്കെ? സോളാർ ബോട്ടിന്റെ 15 പേർക്ക് യാത്രയാവുന്ന ബോട്ടാണത്. 15 പേർക്ക് യാത്ര ചെയ്യാം. അതിൽ 1 മണിക്കൂറിന് 2500 ഞങ്ങൾ മേടിക്കുന്നത്. അത് എത്ര മണിക്കൂർ വേണമെങ്കിൽ എടുക്കാം. 1 മണിക്കൂറോ 2 മണിക്കൂറോ 3 മണിക്കൂറോ അങ്ങനെയായിട്ട് ബുക്ക് ചെയ്യാം. പിന്നെ എന്താ വെച്ചാൽ ഇപ്പോൾ ബുക്കിംഗ് ഇല്ലാത്ത സമയത്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഒരാളെ 100 രൂപ മേടിച്ചിട്ട് റൗണ്ട് ചെയ്യും.
അത് മിനിമം 500 രൂപ വേണം. ഒരാൾ വന്നിട്ട് പോകാൻ നടക്കില്ല. 5 പേര് കയറണം. 5 പേരോ അല്ലെ 500, ഒരാളെ 500. അങ്ങനെ ഒരു സിസ്റ്റം കൂടി ഉണ്ട്. 2 ടൈപ്പാണ് ഞങ്ങൾ ചെയ്യുന്നത്. ആ വലിയ ബോട്ട്, ആ ബോട്ടിന്റെ വേറെ പ്രത്യേകത എന്ന് വെച്ചാൽ എക്കോ ഫ്രണ്ട്ലി ആണ്. ഒരു പൊള്യൂഷനും ഇല്ല, ഒരു ശബ്ദവും ഇല്ല, പെട്രോളോ ഡീസലോ ഒന്നും കത്തില്ല. പിന്നെ രണ്ടാമതെന്ന് പറഞ്ഞാൽ കറ്റാമറൈൻ എന്ന് പറഞ്ഞ ഒരു വിഭാഗത്തിൽപ്പെട്ട ബോട്ടാണത്. കറ്റാമറൈൻ്റെ എന്താണെന്ന് വെച്ചാൽ സാധാരണ ബോട്ടിനൊക്കെ അടിഭാഗം ഒറ്റ ഹള്ള വരും, ഒരു വഞ്ചിന്ന് കൂട്ടാം. ഇത് 2 ഹള്ളുണ്ട് ഇതിന്. അത് 2 വഞ്ചിമേലാണ് ഇത് ബോഡി ഇട്ടിച്ചു കൊടുക്കുക. 2 വഞ്ചി ഇത് കണ്ടില്ലേ, ഒരു സെൻട്രൽ ഹോള് കണ്ടില്ലേ, അപ്പുറത്തൊരു വഞ്ചി ഇപ്പുറത്തൊരു വഞ്ചി, അങ്ങനെ കണക്കൂട്ടിയാൽ മതി. അതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ സേഫ്റ്റി കൂടുതലാണ്. ഈ 15 പേര് ഒരു സൈഡിൽ വന്നാലും ഇത് മറിയില്ല, ഒന്നിങ്ങനെ ചെരിഞ്ഞിക്കാം. ഒറ്റ വഞ്ചി മാതിരിയാണെന്ന് ചെരിയാൻ സാധ്യത കൂടുതൽ. എല്ലാവരും സൈഡിൽ ഇപ്പോൾ പലയിടത്തും അപകടമുണ്ടായിട്ടുണ്ടല്ലോ, എല്ലാവരും സൈഡിലേക്ക് വരുമ്പോൾ മറിയാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് സേഫ്റ്റിയും കൂടുതലാണ്, പൊള്യൂഷൻ എക്കോ ഫ്രണ്ട്ലി ആണ്, ശബ്ദരഹിതമാണ്. പിന്നെ നമ്മളിപ്പോൾ പ്രകൃതിക്കുന്ന ആവശ്യമാണ്. കാരണം ഈ ആലപ്പുഴയിലൊക്കെ പോയി കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പൊള്യൂഷനാണ്. ഈ പെട്രോൾ, ഓയിൽ അങ്ങനെ ഇതായിട്ട് അതിൻ്റെ ഇതിൻ്റെ ഇതിൽ വെള്ളത്തിൽപ്പെട്ട് ഇതിനൊന്നും ഒന്നും പോകാനില്ല. അങ്ങനെ ഒരു ഗുണമുണ്ട്. എല്ലാവരും പിന്നെ അതിൽ പാട്ട് പാടാനോ അവർ ഡാൻസ് കളിക്കാനോ എല്ലാ ഭക്ഷണം കഴിക്കാനോ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഭക്ഷണം കഴിക്കാനും പറ്റും. നമ്മൾ ഭക്ഷണം കൊണ്ടുവന്നിട്ട് നമ്മൾ കഴിക്കാം, അങ്ങനെയാണോ? നിങ്ങൾക്ക് കൊണ്ടുവന്ന് കഴിക്കാം, അല്ലെങ്കിൽ ഞങ്ങളോട് പറഞ്ഞാൽ ഞങ്ങളത് അറേഞ്ച് ചെയ്യും. അതിൻ്റെ ഒരു ഭക്ഷണം കഴിക്കാം, പിന്നെ വെള്ളമൊക്കെ എല്ലാം ഒരു വൺ ഡേ ട്രിപ്പ് എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് അങ്ങനെ ചെയ്യാം. വൺ ഡേ ട്രിപ്പ്. അപ്പോൾ ഭക്ഷണം ഒക്കെ പറഞ്ഞ് ഞങ്ങൾ ഇൻക്ലൂഡ് ആയിട്ട് ഒരു പാക്കേജ് ആയിട്ട് ഞങ്ങൾ തരും. അങ്ങനെയാണ് ഞങ്ങളിപ്പോൾ തൃപ്പയാറ് അടുത്താണ് ചെമ്മാപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നടത്തുന്നത്. അതിനോട് ചെറിയ രീതിയിലുള്ള പാർട്ടി ഒക്കെ വേണമെങ്കിലും 15 പേരെന്ന് പറയുമ്പോൾ നമ്മൾ ഫ്രണ്ട്സ് ഒരു ഗെറ്റ് ടുഗദർ ഒക്കെ ആണെങ്കിലും അത് ചെയ്യാൻ പറ്റും. ബർത്ത്ഡേ പാർട്ടി അല്ലെങ്കിൽ വെഡിങ് ആനിവേഴ്സറി, ഏത് പരിപാടി. പിന്നെ എല്ലാവരും ഫ്രണ്ട്സൊക്കെ ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ ഈ കോളേജിലും പഠിച്ചവരും പിള്ളേരും 10ാം ക്ലാസ്സിൽ പഠിച്ചു 5ാം ക്ലാസ്സിൽ പഠിച്ച റീയൂണിയൻ വരുന്നുണ്ടല്ലോ, അവരൊക്കെ ഇപ്പോൾ ഇതിലാണ് വരുന്നത്. ഇവർക്കൊക്കെ വലിയൊരു സന്തോഷമാണ്. കാരണം ഇതിൽ വന്നവരാരും ഒരു മോശം അഭിപ്രായം പറഞ്ഞു, എല്ലാവർക്കും സന്തോഷിച്ചപ്പോൾ ഉള്ള ഒരു എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ബോട്ടാണ്. നമ്മുടെ ഇവിടെ ഒരിക്കലും ഇല്ല അങ്ങനത്തെ ബോട്ട്. അങ്ങനെയാണ്. പിന്നെ ഇവിടെ ഇപ്പോൾ കണ്ടില്ലേ, ഇത് കയാക്കാണ്. ഒരാൾക്ക് ഇരിക്കുന്നതും അതുപോലെ 2 പേർക്ക് ഇരിക്കാവുന്നതൊക്കെ അതുണ്ട്. ഇത് 2 പേർക്ക് ഇരിക്കാവുന്നതാണ്, അത് ഒരാൾക്ക് ഇരിക്കാവുന്നതാണ്. ഇരിക്കുന്നതൊക്കെ 2 വലിയ ആൾക്കും കുട്ടിക്ക് ഇരിക്കാവുന്ന ടൈപ്പാണ്. അത് 2 പേർക്കും കുട്ടി ഇരിക്കാൻ. ഇത് മെറ്റീരിയൽ വ്യത്യാസമുണ്ട്. ഇത് ഫൈബറാണ്, അത് നമ്മുടെ കേരള മെയ്ഡാണ്. ഇതൊക്കെ ഇമ്പോർട്ടഡ് സാധനങ്ങളാണ്. ഇത് പ്ലാസ്റ്റിക് ആണ്. പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഒരു HDPE എന്ന് പറഞ്ഞിട്ടൊരു ഹൈ ഡെൻസിറ്റി പോളിയുറത്തീൻ എന്ന് പറഞ്ഞ ടൈപ്പ് ഇതാണ്. ഇതൊരിക്കലും ഈ കയാക്കിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതൊരിക്കലും താന്നു പോവില്ല, മറയൂല്ല. നിങ്ങളായിട്ട് മറയ്ക്കണം. അങ്ങനെയാണ് അതിൻ്റെത്. സേഫ്റ്റി കൂടുതലാണ്. പിന്നെ ഞങ്ങൾ ഇവിടെ ഒരാളെ കയറ്റുമ്പോൾ എല്ലാ സേഫ്റ്റിയും നോക്കിയിട്ട് കയറ്റുള്ളൂ. അതായത് അവരെ ലൈഫ് ജാക്കറ്റ് ധരിപ്പിച്ച് അത് സെക്യൂറാണോ നോക്കും, എന്നിട്ടാണ് നമ്മളൊരാളെ കയറ്റി വിടുള്ളൂ. അതിപ്പോൾ പെഡൽ ബോട്ടായാലും വഞ്ചി ആയാലും കയാക്കായാലും ഇതിലൊക്കെ നമ്മൾ നിർബന്ധമായിട്ട് ലൈഫ് ജാക്കറ്റ് ധരിപ്പിക്കും. പലരും ഞങ്ങളോട് പറയും ഞങ്ങൾക്ക് ലൈഫ് ജാക്കറ്റിൻ്റെ ആവശ്യമില്ല, എനിക്ക് നീന്താൻ അറിയാം. ഞങ്ങൾ അവരോട് പറയും നീന്താൻ അറിയാം, ഒക്കെ സമ്മതിച്ചു. പക്ഷേ ഞങ്ങളുടെ ഇതിൽ കയറുന്ന വെച്ചാൽ അത് കമ്പൽസറിയാണ്. നിങ്ങളുടെ ജീവനും സുരക്ഷിതം ആയിരിക്കും. പിന്നെ ഗവൺമെൻറ് റൂളും അതാണ്. പ്രത്യേകിച്ച് നിങ്ങളുടെ ജീവിതം അതാണ്. അതിൻ്റെ ഗവൺമെൻറ് റൂൾ വിട്, നിങ്ങളുടെ ജീവിതം നോക്കണം, അതാണ് അത് സേഫ്റ്റി. അതുകൊണ്ട് ഞങ്ങൾ നിർബന്ധമായിട്ട് ഇത് ധരിപ്പിച്ച് തന്നെ കയറ്റാറുള്ളൂ. ചിലർ പറഞ്ഞാൽ അപ്പം ഞാൻ അവരോട് വേറൊരു കാര്യം ചോദിക്കാറുണ്ട്, നിങ്ങളുടെ കൈയും കാലും കുഴഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? നീന്താൻ അറിയാം, ഓക്കെ, നിങ്ങൾ നീന്തിക്കൊണ്ട് കൈയും കാലും കുഴഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പോൾ അതിന് ലൈഫ് ജാക്കറ്റ് നിങ്ങളുടെ ശരീരത്തിന് നിങ്ങൾ പൊന്തി കൊടുക്കും. പലരും പല ഇതാണ് ഇവിടെ.
ഇതാണ് പെഡൽ ബോട്ട്. ഇത് 4 വലിയവർക്ക് ഒരു കുട്ടിക്കും സേഫാണ്. അത് 100% നമുക്ക് സേഫാണ്. കാരണം നമ്മൾ ലൈഫ് ജാക്കറ്റ് ധരിപ്പിച്ചിട്ട് ഇതിൽ കയറ്റാറുള്ളൂ. ഇല്ല വെയിറ്റ് അങ്ങനെ 4 വലിയവർക്ക് ഒരു കുട്ടിക്ക് ഇരിക്കാം അങ്ങനത്തെ. പിന്നെ ഇത് ഞാൻ ഈ പറഞ്ഞ കറ്റാമറൻ ടൈപ്പാണിത്. ഇത് സെൻട്രൽ ഹോള് മാതിരിയാണ്. ഇപ്പുറത്തൊരു വഞ്ചി മറിയൊന്നുമില്ല. അപ്പൊ നമ്മള് ഇപ്പൊ ഇവിടെ തുടങ്ങിയപ്പോ ഏനാമാവല് തുടങ്ങുമ്പോ എങ്ങനെയാ ഒരു റെസ്പോൺസ് എങ്ങനെയുണ്ട്? റെസ്പോൺസ് ഇപ്പൊ ഡെയിലി അങ്ങനെ ആൾ കൂടിക്കൊണ്ടിരിക്കുന്നു. ജനുവരി 30 സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ അതിനുശേഷം ആളിപ്പോ സൺഡേയും സാറ്റർഡേയും സൺഡേ ആണ് ഇവിടെ കൂടുതൽ ആള് വരുന്നത്. നല്ല റെസ്പോൺസ് കിട്ടുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ സൺഡേ ഒക്കെ നല്ല ആളുണ്ടായിരുന്നു. ശനിയാഴ്ച അതുമാതിരി നല്ല ആളുണ്ടായിരുന്നു. മറ്റുള്ള ദിവസങ്ങളൊക്കെ ഇത്തിരി കുറവാണ്. വർക്കിംഗ് ഡേയ്സ് കുറവാണ്. നമ്മൾ ഇങ്ങനെ ടിക്കറ്റ് റേറ്റ് ഒക്കെ പറയുമ്പോൾ എങ്ങനെയാ? ടിക്കറ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ പെഡൽ ബോട്ടിന് നമ്മൾ 300 രൂപയാണ്. ആ പെഡൽ ബോട്ട് 4 കുട്ടിക്ക് ഇരിക്കാവുന്ന 300 രൂപ. അതുപോലെ ഈ കയാക്കിങ്ങിന് ഒരാൾക്ക് 100 രൂപ. ഒരാൾക്ക് 100 രൂപയാണ്. അത് ഡബിളുണ്ട് സിംഗിളുണ്ട്. 2 പേരാണെന്ന് വെച്ചാൽ 200 പേര്. ഇതൊക്കെ അരമണിക്കൂറാണ് ഇതിന്റെ ടൈം. വഞ്ചിയാണെന്ന് വെച്ചാൽ ഒരാൾക്ക് 100 വെച്ചിട്ട്. ഇപ്പൊ കയാക്കിംഗ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ പെഡസ്റ്റൽ ബോട്ട് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് നമ്മൾ തന്നെയാണല്ലോ ഇത്ര ദൂരം അങ്ങനെയൊക്കെ ഉണ്ടോ? നമ്മൾ ഒരു ഡിസ്റ്റൻസ് കൊടുത്തിട്ടുണ്ട്. ആ കാണുന്ന ഒരു കോർണറില്ലേ, അവിടെ വരെ പോകാനേ പറഞ്ഞിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് തിരിച്ചു വരാം. കാരണം നമ്മളെ കണ്ടെത്താവുന്ന ദൂരത്തിൽ പോകണം. നിങ്ങൾക്ക് ഇവിടെ LST അതായത് ലൈഫ് ഗാർഡൊക്കെ ഉണ്ട്. അപ്പോൾ ലൈഫ് ഗാർഡിന് പെട്ടെന്ന് എത്താൻ പറ്റാവുന്ന ഒരു ദൂരം. അതപ്പോൾ ആ ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകളുടെ ഒരു നോട്ടെത്തുന്ന ദൂരത്താണ് നമ്മൾ. അതുകൊണ്ട് തന്നെ അപകടങ്ങൾ ഇല്ലാതിരിക്കാനായിട്ട് നമ്മൾ മെഷേഴ്സ് എല്ലാം എടുത്തിട്ടാണ്. അതൊക്കെ അത്രേ ഉള്ളൂ. നമ്മളത് ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മൾ ആ കാര്യങ്ങൾ അപ്പോൾ പോണവരോട് തന്നെ പറയും നിങ്ങൾ ഇത്ര ദൂരം പോകാൻ പാടുള്ളൂ. പിന്നെ ലൈഫ് ജാക്കറ്റ് ഒരിക്കലും അടിക്കാണ്ടിരിക്കും. അഥവാ വെള്ളത്തിൽ വീണെന്നാലും അത് പൊന്തിക്കെടുക്കാൻ വേണ്ടി ലൈഫ് ജാക്കറ്റ് നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടായിരിക്കും. ചിലർ കുറച്ച് കഴിഞ്ഞാൽ ദൂരിട്ട് അയ്യോ എനിക്ക് ചൂടെടുത്ത കാരണം ഊരി. ഞാൻ പറഞ്ഞു ചൂടായിരിക്കാൻ തണുപ്പായാലും അത് നിങ്ങൾ ഊരേണ്ട കാര്യമില്ല. കാരണം നിങ്ങളുടെ ജീവൻ അതുമ്മലാണ് കിടക്കുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ചിലരും പറഞ്ഞ കൂട്ടാക്കില്ല. കുറച്ച് കഴിഞ്ഞാൽ അവർ എന്തെങ്കിലുമൊക്കെ ചെയ്യും. പക്ഷെ നമ്മൾ അവളോട് പറയുമ്പോൾ അവർ നമ്മളെ മുക്കട്ടിക്ക് തട്ടിക്കയറാനും നിൽക്കുക. ചിലർ ഇതാണ് ഇപ്പോൾ ഈ ഹെൽമെറ്റ് ധരിച്ചു പോകണമെന്ന് പറഞ്ഞാൽ ഊരിച്ച് പോകണില്ല. അതൊരുമാതിരി തന്നെ. അങ്ങനെ പല ടൈപ്പ് ആളുണ്ട്. എന്നാലും ഇതിൽ പോണ ആളെ സുരക്ഷിതത്വം അവരെ ലൈഫ് ജാക്കറ്റുമെന്നാണ്. അപ്പൊ നമ്മള് ഒരു അരമണിക്കൂർ നമുക്ക് ഇങ്ങനെ ഇഷ്ടമുള്ള സ്ഥലത്തൊക്കെ പോയിട്ട് തിരിച്ചു വരാനായിട്ട് പറ്റും അല്ലേ? ഈ ഇതിങ്ങനെ റൗണ്ട് അടിച്ചിട്ട് ഇങ്ങനെ തിരിച്ചു വരാം. ഇപ്പൊ ഈ ഒരു സൺസെറ്റ് സമയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നല്ല രസമായിരിക്കും. ഇങ്ങനെ പോയി അവിടെ നിന്ന് കാഴ്ചക്ക് തന്നെ എന്തോ ഭംഗി നോക്കി വെറുതെ നമ്മൾ ഇവിടെ വന്ന് നിൽക്കുമ്പോ തന്നെ എന്ത് രസം. അതെ, ഒരു മനസ്സിനൊക്കെ ഭയങ്കര പോസിറ്റിവിറ്റിയാണ് ഈ ഒരു സമയത്ത് ഇങ്ങനെ വന്ന് നിൽക്കുക എന്ന് പറയുമ്പോൾ. അല്ല, പുഴ തന്നെ നോക്കുമ്പോൾ ശരിക്കും നമുക്കിത് അനുഗ്രഹിച്ച് തന്നിട്ടുള്ള ഒരു സ്ഥലമാണ്. കാരണം ഇത്രയും മനോഹരമായിട്ട് സ്ഥലമാണ് നമ്മുടെ. നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല ശരിക്കും. വൈകി തോന്നുന്നുണ്ട് ഇപ്പൊ. എന്നാലും ഇപ്പൊ സ്റ്റാർട്ട് ചെയ്ത് തന്നെ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയെങ്കിലും നമുക്ക് ഈ ഒരു ബ്യൂട്ടിയൊക്കെ ആസ്വദിക്കാനായിട്ട് പറ്റുമല്ലോ. ഇപ്പൊ ഇത്രയും നാള് പറ്റിയില്ലെങ്കിൽ കൂടെ ഇനി മുതൽ പറ്റും എന്നുള്ളതൊരു സന്തോഷ വാർത്ത തന്നെയാണ്. ഞങ്ങൾ അവിടെ ഇപ്പൊ ചെമ്മാപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത് തുടങ്ങിയിട്ട് തന്നെ നല്ല റെസ്പോൺസ്. എത്രയോ അകലുന്ന ഒരാൾ വരുന്നതാണ്. ഇത്രയോ വളരെ കേരളത്തിൽ പല സ്ഥലത്തുനിന്നും ആൾ അന്വേഷിച്ച് വരുന്നുണ്ട്. ഇപ്പൊ യൂറോപ്യൻസൊന്നും ഡയറക്റ്റ് അവിടെ വരുന്നില്ല. ചില റിസോർട്ടുകളുണ്ട്. ആ റിസോർട്ടിൽ നിന്ന് അവർ വന്നിട്ട് കൊണ്ടുവന്നിട്ട് നമ്മുടെ അടുത്തേക്ക് വരണതാണ്. കാരണം അവർക്ക് പോണവർക്ക് അവർ പറയും നിങ്ങൾ സ്വർഗത്തിലാണ് നിങ്ങൾ പോകുന്നത്. നിങ്ങൾ ജീവിക്കുന്ന സ്വർഗത്തിലാണ്. നമുക്ക് നോക്കുമ്പോൾ വലിയ ഭംഗി തോന്നില്ലെങ്കിൽ നമ്മുടെ മുന്നിൽ തന്നെ ഇത്രയും ഭംഗിയുള്ള സ്ഥലങ്ങളുണ്ട്. അത് നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ല. ചെലവ് കുറഞ്ഞ് നമുക്ക് ആസ്വദിക്കാനായിട്ട് ഒരുപാട് മനോഹരമായിട്ടുള്ള സ്ഥലമാണ് നമ്മുടെ നാട്ടിൽ തന്നെയുള്ളത്. അതുപോലെ ഒരു സ്ഥലമാണ് ഇതാ ഏനാമാവ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ പ്രകൃതിയെ അതിൻ്റെ ആ ഒരു അത്രയും ബ്യൂട്ടി അത് നമുക്ക് ആസ്വദിക്കാനായിട്ട് പറ്റും. ഇതുപോലുള്ള ബോട്ടിംഗ് ഒക്കെ ചെയ്തുകൊണ്ട് നമുക്കത് എൻജോയ് ചെയ്യാം. ഒരു ഈവനിങ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്വർഗം എന്ന് പറയുന്നത് നമുക്ക് അനുഭവിച്ചു പോകാനായിട്ട് പറ്റും ഇവിടുന്ന്. പിന്നെ ഏനമാവിലായിട്ട് ഒരു പ്രത്യേകതയാണ് കണ്ടില്ല. ഇത് വിദേശ കൊക്കുകളാണ്. വിദേശത്ത് നിന്ന് വരുന്ന കൊക്കുകളാണ്. കണ്ടില്ലേ? ഈ വൈകിട്ട് ഈ സമയത്ത് വെള്ളം ഇറങ്ങിയിരിക്കുന്ന സമയത്ത് ഇഷ്ടംപോലെ അവിടെ വന്നിങ്ങനെ നിറഞ്ഞിങ്ങനെ നടക്കും. വേലിയിറക്കത്തിന്റെ ഇറങ്ങിയിരിക്കുകയാണ്. ഈ സമയത്താണ് ഇത് വരുന്നത്. ഒരു മനോഹരമായ ഒരു കാഴ്ചയാണ്. വേറെ ഒരിക്കലും ഇല്ലാത്തൊരു കാഴ്ചയാണ് ഈ ഏനമാവിൽ ഈ തരം കൊക്കുകൾ വരുന്നത്. ഇത് ദേശാടന പക്ഷികളാണ് ശരിക്കും. നമ്മുടെ നാട്ടിലുള്ള അല്ല. അത് കുറച്ച് പേര് ഇങ്ങനെ ട്രിപ്പ് അടിക്കാനായിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട്. ഇനി അടുത്തൊരു ആളുകൾ ഇങ്ങനെ പോകാനായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ ലൈഫ് ജാക്കറ്റ് ഒക്കെ ഇട്ട് അടുത്ത ട്രിപ്പിൽ കയറാനായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ, പേരെന്താ? എന്റെ പേര് നിസാം. നിങ്ങൾ എവിടുന്നാ വരുന്ന? സ്ഥലം എവിടെയാ? ഞങ്ങൾ ഇവിടെ തന്നെ മേച്ചിരിപ്പടി ആണല്ലേ. പേര്? മൻസൂർ. അപ്പോൾ ഇവരാണ് അടുത്ത ട്രിപ്പ് പോകാനായിട്ട് ഇങ്ങനെ ലൈഫ് ജാക്കറ്റ് ഒക്കെ ഇട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണല്ലേ. മോളുടെ പേരെന്താ? ഫാത്തിമ ജന്ന. നിങ്ങൾ ഇങ്ങനെ കറങ്ങാൻ പോവാണോ? ബോട്ടിൽ കയറാൻ പോവാണോ? ബോട്ടിൽ കയറാൻ പേടിയുണ്ടോ? ഇല്ല, ഭയങ്കര ധൈര്യാ. നീന്താനറിയോ? അറിയോ? ശരിക്കും അറിയോ? മോൾക്കറിയോ?
അറിയല്ലേ? ഓക്കെ. എന്താ പേര്? നിസാം. മൻസൂർ. വീട് ഇവിടെ അടുത്താണോ? വീടിവിടെ അടുത്ത് തന്നെയാണ്, 3 കിലോമീറ്റർ ആണല്ലേ. നമ്മളിവിടെ ഏനാമാവില് പാർക്കൊക്കെ ഉണ്ടെങ്കിലും ഇവിടെ വന്ന് ഈ സൗന്ദര്യം ആസ്വദിക്കാമെങ്കിലും ഈ ബോട്ടിംഗ് ഒക്കെ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളൂ അല്ലേ? അപ്പൊ അതിന്റെ ആ ഒരു ഇത് എൻജോയ് ചെയ്യാനായിട്ട് ഇറങ്ങിയതാണോ, എങ്ങനെയുണ്ട് നോക്കാനായിട്ട് വന്നതാണോ? അതെ അതെ, ഞങ്ങളെ നാട്ടിലൊരു സംരംഭമല്ലേ, അതെ. ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാന്ന് വെച്ചു. അപ്പൊ എന്തായാലും ടെസ്റ്റ് ചെയ്തിട്ട് വരും. ഓക്കെ, ശരി. കയാക്കിങ്ങിനായിട്ട് പോവാൻ, ഒറ്റയ്ക്ക് പോവാനായിട്ട് നിൽക്കണ മോന്റെ പേരെന്താ? യാസിൻ മൻസൂർ. യാസിന് ഒറ്റയ്ക്കാണ് കയാക്കിങ്ങിന് പോണേ? ആദ്യമായിട്ടാണോ? മുൻപ് പോവാറുണ്ടോ ഇങ്ങനെയൊക്കെ? ആദ്യമായിട്ടാണ്. ധൈര്യം ഉണ്ടോ ഒറ്റയ്ക്ക് പോവാനുള്ള ഇത്, കോൺഫിഡൻസ് ഒക്കെ ഉണ്ടല്ലേ? ഇങ്ങനെ പോവാനായിട്ട് ഇതിന് എങ്ങനെയാ തുഴയണ്ടേ, അതിന്റെ ടെക്നിക്കൊക്കെ പഠിച്ചോ? ചേട്ടൻ പഠിപ്പിച്ചു തന്നോ? മനസ്സിലായോ? പോവാനായിട്ട് റെഡിയാണ്. നമ്മുടെ ഫാമിലി ഒക്കെ വേറെ ബോട്ടിൽ കയറിയിട്ടാ പോയിരിക്കണേ. അപ്പൊ യാസിൻ എന്ത് വിചാരിച്ചു, ഞാൻ ഒറ്റയ്ക്ക് പോവാൻ ഇത്തവണ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒറ്റയ്ക്ക് കയറി ഇരിക്കുകയാണ്. ഇനി ഒരു റൗണ്ട് അടിച്ചിട്ട് വരണം അല്ലേ? എത്ര ദൂരം പോവും? അവിടെ വരെ പോയി ആ കോർണർ ഉണ്ട്, ആ കോർണർ വരെ പോവാം. അത് കഴിഞ്ഞ് തിരിച്ചു വരാം. എങ്ങാനും നമുക്ക് പറ്റണില്ലെങ്കിൽ ഇവിടെ ചേട്ടന്മാരുണ്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അല്ലേ? പിന്നെ എങ്ങനെയാണ് ഓടിക്കേണ്ടത്, ഈ ബോട്ട് ഈ കയാക്കിംഗ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, എങ്ങനെ സ്റ്റോപ്പ് ചെയ്യണം, റൈറ്റിൽ എങ്ങനെ പോകണം, ലെഫ്റ്റിൽ എങ്ങനെ പോകണം എന്നൊക്കെ ഇവർ പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ? എല്ലാം പഠിച്ച് നമ്മൾ പോവാണ്. ഓക്കെ, അടിപൊളിയായിട്ട് കയാക്കിംഗ് ചെയ്തിട്ട് വന്നോളൂ. ഒരു റൗണ്ട് ട്രിപ്പ് അടിച്ച് വന്നിട്ടുള്ള ഒരു ടീമാണ് നമ്മുടെ കൂടെ ഉള്ളത്. പോകുന്ന സമയത്ത് ഭയങ്കര ഹാപ്പി ആയിട്ട് പോയി, തിരിച്ചു വന്നപ്പോഴും ഹാപ്പിയാണ്. എന്തായാലും നമുക്ക് അവരുടെ ആ ഒരു എക്സ്പീരിയൻസ് എന്താണെന്ന് ചോദിച്ചറിയാം. എല്ലാവരും ഒന്ന് ഇറങ്ങട്ടെ. ചേച്ചി പോയി വന്നിട്ട് എങ്ങനെയുണ്ട്? നന്നായിരുന്നു, കുഴപ്പമൊന്നുമില്ല. നല്ല ഒരു പേടിയൊന്നും തോന്നിയില്ല, നല്ല എൻജോയ് ചെയ്തു. നമ്മള് ഇവിടെ അടുത്ത് തന്നെയാണോ? അടുത്ത് തന്നെ. എവിടെ ഈ സ്ഥലം എവിടെയാ വരുന്നത്? അയ്യപ്പൻകാവ്, പുത്തനങ്ങാടി ആ ഭാഗം. അപ്പൊ ഏനാമാവിൽ ഇങ്ങനെ പുതിയൊരു പരിപാടി തുടങ്ങിയിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോ എക്സ്പീരിയൻസ് അതെ 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 അതെ. വൺ ഡേ ട്രിപ്പൊക്കെ കഴിഞ്ഞ് പോകുന്ന വഴിക്ക് നമ്മുടെ നെഹ്റു പാർക്കിൽ വന്നിട്ട് എൻജോയ് ചെയ്യാനായിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് വന്നതാണ് അല്ലേ? നിങ്ങൾ ഏതാ സ്കൂള്? സെന്റ് ക്ലിയേഴ്സ്. ഇന്ന് വൺ ഡേ ട്രിപ്പായിട്ട് എവിടെയൊക്കെ പോയി? ചാവക്കാട്, മറിയം വേൾഡ്, ചാവക്കാട്, പിന്നെ ഇവിടെ ചാവക്കാട് മറൈൻ വേൾഡിലും അതുപോലെ ഫാം വില്ലയിലൊക്കെ പോയി. പിന്നെ ദാ ഏനാമാവ് നെഹ്റു പാർക്കിൽ വന്നു. എങ്ങനെയുണ്ട് നമ്മുടെ പാർക്ക്? ഇഷ്ടായോ? ഇവിടെ നിങ്ങൾ ബോട്ടിങ്ങിനൊന്നും പോയിട്ടില്ല? ഇവിടെ ഇതിലൊക്കെ കയറി കളിച്ചോ? കളിച്ച് നല്ല രസമായിരുന്നു. ആരോ നേരത്തെ പരാതി പറയുന്ന കേട്ടു. അതായത് പരാതി വേറൊന്നുമല്ല, 10 വയസ്സ് വരെയുള്ളവർക്ക് ഇതിലൊക്കെ കയറാനായിട്ട് പറ്റുള്ളൂ എന്നുള്ളൊരു വിഷമം ഇവിടെ പറയുന്ന കേട്ടു. പക്ഷെ നിങ്ങൾക്ക് കയറിയില്ലെങ്കിലും ഇവിടെ ഇരുന്ന് എൻജോയ് ചെയ്തു അല്ലേ? അടിപൊളി സീനറി എന്ന് കേട്ടോ ഞാൻ കേട്ടത്. കുളി സീനറി ആയിരുന്നു, അടിപൊളി സീനറി ആയിരുന്നു. ഇവിടെ എങ്ങനെ ഇരിക്കുന്ന ഈ ഒരു ഈവനിങ് ടൈം ഒക്കെ വന്ന് ഇരിക്കാൻ നല്ല സ്ഥലമാണ് അല്ലേ? നല്ല വൈബാണ്. പിന്നെ കുട്ടികൾ, നമുക്ക് കയറാൻ പറ്റിയില്ലെങ്കിലും കുട്ടികളൊക്കെ കയറി കളിക്കുന്ന കണ്ടിങ്ങനെ ഇരിക്കാമല്ലോ അല്ലേ? പിന്നെ നമ്മൾ ഫ്രണ്ട്സ് ഉണ്ടല്ലോ, അടിപൊളിയായിട്ട് വർത്താനം പറഞ്ഞ് അങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യാം. കുറേ പേരുണ്ടായിരുന്നു, കുറേ പേര് ഇതാ ടീച്ചേഴ്സ് വിളിച്ച് കൊണ്ടുപോയത്. അക്കൂട്ടത്ത് കുറച്ച് പേര് നമ്മളോട് സംസാരിക്കാനായിട്ട് വന്നത്, ബാക്കിയുള്ളവരൊക്കെ ഇതാ ബസ്സിൽ കയറിയിട്ടുണ്ട്. അപ്പൊ നിങ്ങളെ വേഗം വിടാനായിട്ട് പറയുന്നുണ്ട് നമ്മുടെ സിസ്റ്റേഴ്സ്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു പാർക്ക്. അപ്പൊ എന്തായാലും നമുക്കിനി പിന്നെ കാണാം. ഓക്കെ, ബൈ. നമ്മളിങ്ങനെ ഇവിടെ നല്ല രസമാണ്. ഈവനിങ് ഇങ്ങനെ ഇരുട്ടായി തുടങ്ങുകയാണ്. അപ്പൊ ഇങ്ങനെ നല്ല രസമാണ് ഇവിടെ വന്നിരിക്കാൻ. ഹലോ, ഹായ്, നമസ്കാരം. എന്താ പേര്? എൻ്റെ പേര് ഷെറിൻ ജോസ്. എവിടെ വീട് വരുന്നത്? ഞാൻ പാവർട്ടിയിലാണോ? പാവർട്ടിയിലാണ്. അപ്പോൾ
പാപ്പ ഫ്രെയിംസ് പരിചയം ഉണ്ടോ? പിന്നെ ഞാൻ പാവർട്ടി നട്ടുകാരനാണ്. അപ്പോൾ അവിടെ പള്ളിയിലൊക്കെ വായിക്കുന്നതാണ്. ജിബിൻ ചേട്ടൻ അറിയാം, അവരായിട്ട് നല്ല കമ്പനിയാണ്. അപ്പോൾ പാപ്പ ഫ്രെയിംസ് ചാനലൊക്കെ അറിയാം? പിന്നെ കാണാറുണ്ട്. ഞാൻ അതിലാണ് നമ്മുടെ മെയിൻ ക്രിസ്മസ് ആയാലും അതിൻ്റെ പെരുന്നാളും കാര്യങ്ങളൊക്കെ അതിലാണ് വരുന്നത്. അപ്പോൾ നല്ല നല്ല ചാനലാണ് കേട്ടോ, നല്ല ഒത്തിരി ഇഷ്ടമുള്ളതാണ്. കാരണം പാവർട്ടി പെരുന്നാളിൻ്റെ ഒരുവിധ പ്രമോസ് ആയാലും ഇപ്പോൾ മറ്റേ എന്താ പറയുക, ഒരുവിധം ഗായകരൊക്കെ വരുന്ന ആവശ്യമില്ല പാട്ടൊക്കെ സ്വർണ്ണാപതോകുന്ന അങ്ങനെ കുറേ പാട്ടൊക്കെ വരുന്നത് ഈ ഒരു ഇതിലൂടെയാണ്. ഒരു യുവതലമുറയുടെ സംഭവമാണ് ഈ പാപ്പ ഫ്രെയിംസ് എന്ന് പറയുന്നത്. അപ്പോൾ അറിയാൻ കൂടി സന്തോഷം. താങ്ക് യു. അപ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബറെ കൂടെ കാണാൻ സാധിച്ചതിൽ സന്തോഷം. എങ്ങനെയുണ്ട് നമ്മുടെ ഏനാമാവ് നെഹ്റു പാർക്ക്? നെഹ്റു പാർക്ക് എന്ന് പറഞ്ഞാൽ ഒരു സങ്കടം മാത്രമേ ഉള്ളൂ. അതായത് ചെറിയ പിള്ളേർക്ക് കളിക്കാൻ പറ്റില്ല എന്നുള്ള സങ്കടം മാത്രമേ ഉള്ളൂ. ചെറിയ പിള്ളേർക്കേ കളിക്കാൻ പറ്റൂ എന്നുള്ള സങ്കടം അല്ലേ? അതെ, പക്ഷേ അതെ. പിന്നെ ഇവിടുത്തെ ഇപ്പോൾ സമയം 6:30 കഴിഞ്ഞു. ഇപ്പോൾ നല്ല സൺറൈസും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ ശനി ഞായറാണ് നല്ല തിരക്ക്, നല്ല തിരക്കായിരിക്കും. ഇങ്ങനെ മീൻസ് ഓടിക്കിടങ്ങാനൊക്കെ എപ്പോഴും ഇങ്ങനെ ഓട്ടമായിരിക്കും. ഞാനിവിടെ വന്നിട്ട് എൻ്റെ വീട് ഇവിടെ അനമാവാണ്, അമ്മ വീട് അനമാവാണ്. അപ്പോൾ ഞാനിവിടെ വരാറുണ്ട് ഇടയ്ക്ക്. അപ്പം അങ്ങനെ കാണാൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഇപ്പോൾ ബോട്ടിങ് കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടല്ലേ? അതിന് പോയോ? ഇല്ല, ഞാൻ ഓൾറെഡി പോയതാണ് എൻ്റെ ഫാമിലിയും കൊണ്ട് വന്ന്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു പോയി വന്നപ്പോൾ ഫാമിലിക്ക് എക്സ്പീരിയൻസ് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടമായി. ആദ്യം ചെറിയ പേടിയുണ്ടായിരുന്നു, പിന്നെ അതൊക്കെ നമ്മൾ സെറ്റാക്കി ആണല്ലേ? ഓക്കെ, അപ്പോൾ എന്തായാലും അടിപൊളി. ഇവിടെ വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ കളിക്കാനായിട്ട് ഒരുപാട് റൈഡ്സ് ഉണ്ട്. പിന്നെ വേറൊരു കാഴ്ച കാണാനായിട്ട് സാധിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടികളൊക്കെ കളിച്ചവർക്ക് മതിയൊന്നുമില്ല, സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ പാരൻസ് വാ പോവാന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. കുട്ടികൾ കരഞ്ഞ് ഞാൻ ഇല്ല എന്ന് പറഞ്ഞ് കരയുന്ന കുറേ പേരുണ്ട് ഇവിടെ. അപ്പോൾ അതാണ് പൊതുവെ ഇവിടെ കാണുന്നൊരു കാര്യം. നമ്മൾ ലേറ്റ് ആവും തോറും പാരൻസ് മതി വാ പോവാന്ന് പറഞ്ഞ് നിർബന്ധിച്ച് ഇങ്ങനെ കുട്ടികളെ കൊണ്ടുപോവാണ്. അത് പിന്നെ അങ്ങനെ ആയിരിക്കുമല്ലോ, ഇങ്ങനെ പാർക്കിലൊക്കെ വരുന്ന സമയത്ത് എല്ലാവരും ഇങ്ങനെ കളിച്ച് അവരവർ പിന്നെ ഇങ്ങനെ വേറെ ലോകത്താണല്ലോ. വേറൊരു കാര്യം, നമുക്കിങ്ങനെ ഇരുന്ന് കാണാനായിട്ട്, കാഴ്ചകൾ കാണാനായിട്ട് ഇങ്ങനെ ഇരിക്കാനായിട്ട് ഒരുപാട് സ്ഥലങ്ങളാണ്. വരുന്ന എല്ലാവരും പറയുന്ന ഒരു പരാതി 10 വയസ്സിന് താഴെയാണ് ഇവിടെയുള്ള റൈഡുകളൊക്കെ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ളത് കൊണ്ട് എന്നെപ്പോലുള്ള വലിയ കുട്ടികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ നമുക്ക് റൈഡ്സ് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. എന്നാൽ കൂടെ നമുക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കാനായിട്ട് കുറേ സ്ഥലങ്ങൾ, ഇങ്ങനെ ഇരിക്കാനുള്ള കുറേ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് കാഴ്ചകളൊക്കെ കാണാം. ഈ ഒരു കയാക്കിങ് അല്ലെങ്കിൽ ബോട്ടിങ്ങിന് പോയില്ലെങ്കിൽ കൂടെ ആ ഒരു പോകുന്നവരുടെ ആ ഒരു യാത്രയും പിന്നെ വെറുതെ ഇങ്ങനെ അങ്ങോട്ട് നോക്കിയിരിക്കുമ്പോൾ തന്നെ നല്ല രസമാണ്. ഇവിടെ ഇങ്ങനെ രാത്രിയാവുന്ന സമയത്ത് നമുക്കിങ്ങനെ കാണാമല്ലോ, ലൈറ്റ് ഇങ്ങനെ വണ്ടികളുടെ ലൈറ്റ് ഇങ്ങനെ പോകുന്നുണ്ട്. ആ ദൂരേന്ന് മുതൽ ഇങ്ങനെ വണ്ടികൾ പോകുന്ന ഇങ്ങനെ കാണാം. അപ്പോൾ ഇരുട്ടായി വരുന്നതിനനുസരിച്ച് ആ ഒരു ലൈറ്റും ഇവിടെയൊക്കെ വന്ന് അങ്ങനെ ഒരു വേറെ വൈബിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു സൺസെറ്റൊക്കെ കഴിഞ്ഞ് വൈബ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. എത്ര റൈഡുകളാണ് ഇവിടെ. അതുകൂടാതെ ഇങ്ങനെ എത്തുന്ന സമയത്ത് നമുക്കിവിടെ ഒരു വാച്ച് ടവർ ഉണ്ട്. വാച്ച് ടവറിൻ്റെ മുകളിലേക്ക് പോകാനുള്ള ഒരു സംവിധാനം കൂടെ ഉണ്ട്. നമുക്കൊന്ന് പോയി നോക്കാം അല്ലേ? ഇരുട്ടായി തുടങ്ങി എങ്കിൽ കൂടെ നമുക്കൊന്ന് മുകളിൽ പോയി ആ വാച്ച് ടവറും കൂടെ കണ്ടിട്ട് പോവാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു സ്പേസാണ്. പക്ഷേ ഈ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ നല്ല എന്താ പറയുക, ഒരു തടസ്സമില്ലാതെ നമുക്ക് ഈ ഒഴുകുന്ന പുഴ കണ്ട് നിൽക്കാനായിട്ട് പറ്റും. സൺസെറ്റൊക്കെ കഴിഞ്ഞു, കുറച്ചൊരു ഇരുട്ടായി വരുന്നൊരു സമയമാണെങ്കിൽ പോലും ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഭയങ്കര ശാന്തമായി ഒഴുകുന്നൊരു പുഴ. നല്ല ഭംഗിയുണ്ട് ഇവിടെ നിന്ന് കാണാനായിട്ട്. ഈ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ റോഡും കാര്യങ്ങളൊക്കെയാണ്. ചെറിയൊരു വാച്ച് ടവറാണ്. സ്റ്റെപ്പ് കയറി ഇവിടെ വന്ന് നമുക്ക് ഇവിടെ ഇങ്ങനെ നിൽക്കാം. ഈ ഒരു സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നല്ല രസമാണ്. നമ്മൾ വന്ന ഉടനെയൊക്കെ വന്ന് നോക്കിയെങ്കിൽ വേറൊരു ലുക്കായിരുന്നേനെ. ഇപ്പോൾ എല്ലാം കഴിഞ്ഞിങ്ങനെ രാത്രിയിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല രസമുണ്ട് അല്ലേ? ഭയങ്കര ശാന്തമായിട്ടിങ്ങനെ മനസ്സിനെയൊക്കെ കാമാക്കാൻ പറ്റുന്നൊരു സ്ഥലമാണ്. അവിടെ പാർക്കാണ്, കുട്ടികളുടെ ബഹളമാണ്, തിരക്കാണ്. ഇപ്പുറത്ത് അതൊക്കെ മാറിയിട്ടാണ് ഈ ഒരു വാച്ച് ടവറിൽ വന്നു കഴിഞ്ഞാൽ വേറൊരു വൈബാണ്. ഒരു ബഹളമൊന്നുമില്ല. ബഹളം മീൻസ് നമുക്ക് വണ്ടികൾ പോകുന്നതിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നല്ല നമുക്കിങ്ങനെ ഭയങ്കര ശാന്തമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. ഊഞ്ഞാലാവട്ടെ, സ്ലൈഡ് ആവട്ടെ, സീസോ ആവട്ടെ, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അതിലൊക്കെ കറങ്ങാനായിട്ട് കുറേ കുട്ടികളും ഉണ്ട്, അവരുടെ പാരൻസും ഉണ്ട്. എല്ലാവരും കൂടെ എൻജോയ് ചെയ്യാണ്. അപ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ള റൈഡുകളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ എന്താ പറയുക, കുട്ടികൾക്ക് മടുക്കില്ല. ഒന്നിന്ന് കഴിഞ്ഞാൽ അടുത്തതിരിക്കുക, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. പലരും വീട്ടിൽ പോകാനൊക്കെ കുറേ മുൻപ് പ്ലാൻ ചെയ്ത് വാശി പിടിക്കുന്നത് ഞാൻ കണ്ടിരുന്നു. അവരൊക്കെ ഇപ്പോഴും ഇവിടെ തന്നെ നിൽക്കുക. കാരണം പോകാൻ പറ്റുന്നില്ല, കുട്ടികൾ സമ്മതിക്കുന്നില്ല. ഇവിടുന്ന് പോകുന്ന ആരും പോകണം എന്ന് വിചാരിച്ച് പോകണമെന്നല്ല, പാരൻസിൻ്റെ നിർബന്ധം കാരണം പോയല്ലേ പറ്റുമോ എന്ന് വിചാരിച്ചിട്ട് കരഞ്ഞിട്ടൊക്കെ പോകുന്ന കുറേ പേരാണുള്ളത്.
രാത്രി 8 മണി വരെയൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കിങ്ങനെ രാത്രിയൊക്കെ കുറച്ച് ലേറ്റ് ആണെങ്കിലും ഇവിടെ വന്നിരിക്കാനും ഒക്കെ പറ്റും. സാധാരണ നമുക്കങ്ങനെ അധികം ലേറ്റ് ആവാതെ പോകണം എന്നുള്ളൊരു അവസ്ഥ വരുമല്ലോ. 8 മണി വരെ ഉള്ളതുകൊണ്ട് എനിക്ക് തോന്നുന്നു കുറേ ആളുകൾക്ക് കുറേ ടൈം ഇവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. രഞ്ജിനി ചേച്ചിയാണ് ഇവിടുത്തെ കെയർ ടേക്കർ. അപ്പോൾ എങ്ങനെയുണ്ട് ഇവിടുത്തെ പരിപാടി? അതിന് മുമ്പ് പറയട്ടെ, ചേച്ചി കുറച്ച് സെലിബ്രിറ്റിയാണ്. നമ്മൾ ചാനലിലൊക്കെ പല പ്രോഗ്രാംസിലും കണ്ടിട്ടുണ്ടായിരിക്കും. സിവിൽ ഡിഫൻസിൻ്റെ ജില്ലാ വാർഡാണ്. പിന്നെയും കുറേ പദവികളൊക്കെ ഉള്ള ആളാണ്. കുറച്ച് ഫേമസ് ആണ്, ഒരു സ്റ്റാറാണ്. അപ്പം നമ്മൾ ഒരുപാട് ടെലിവിഷൻ പ്രോഗ്രാമിലൊക്കെ പങ്കെടുത്തിട്ടൊക്കെ ഉണ്ട്. അപ്പം കണ്ടുപരിചയമൊക്കെ കാണും മിക്കവർക്കും. എന്തായാലും ചേച്ചി എങ്ങനെയുണ്ട് നമ്മുടെ ഇവിടുത്തെ, നമുക്കിപ്പോൾ പുതിയതായിട്ട് ഏനാമാവ് നെഹ്റു പാർക്ക് കുട്ടികൾക്ക് പ്രിയപ്പെട്ട ഒരു പാർക്ക് എന്നുള്ളത് കൂടാതെ ഇപ്പം നമ്മൾ ജനുവരി 30 മുതൽ ബോട്ടിംഗ്, കയാക്കിംഗ് പോലുള്ള സൗകര്യങ്ങളും കൂടെ തുടങ്ങിയിട്ടുണ്ട്. അത് തുടങ്ങി പിന്നെ ഇപ്പം നമുക്ക് കളക്ഷനിലുള്ള വേരിയേഷൻ കൊണ്ട് തന്നെ നമുക്കറിയാം അത്യാവശ്യം തിരക്കായിട്ടുണ്ട്. ശനി ഞായർ ദിവസങ്ങളിൽ രാവിലെ തൊട്ടിട്ട്, വെയിലൊന്നും വകവയ്ക്കാതെ തന്നെ രാവിലെ തൊട്ടിട്ട് ആൾക്കാരുണ്ട്. പിന്നെ ഇപ്പം നമ്മൾ ടൈം കൂട്ടി, ആദ്യം 11 മണി തൊട്ടിട്ട് 7 മണി വരെയായിരുന്നു. ആ സമയം മാറ്റി ഇപ്പോൾ 9 മണി തൊട്ടിട്ട്, രാവിലെ 9 മണി തൊട്ടിട്ട് വൈകിട്ട് 8:30 വരെയാക്കി. 8 മണി വരെ ടിക്കറ്റ് കൊടുക്കും. 8:30ക്ക് നമ്മൾ ക്ലോസ് ചെയ്യും. പക്ഷേ അത് വിചാരിച്ചിട്ട് ഓടി വരണ്ട. 6 മണിക്ക് ബോട്ടിങ്ങിൻ്റെ ടിക്കറ്റ് അവസാനിക്കും. 6:30 വരെയാണ് ബോട്ടിംഗ് ഉണ്ടാവുക. അതായത് വെളിച്ചം ഉണ്ടെങ്കിൽ കുറച്ച് സമയം കൂടി, അത്രയാണ് ബോട്ടിങ്ങിന്റെ ടൈം ഉണ്ടാവുക. അല്ലാതെ 8 മണിക്ക് വന്നിട്ട് ബോട്ടിൽ കയറുന്ന പറഞ്ഞാൽ അത് നടക്കുന്ന പരിപാടിയല്ല. അങ്ങനെയൊക്കെ ആയിട്ട് പോണു. കുഴപ്പമില്ല. നല്ല ബോട്ടിംഗ് തുടങ്ങിയത് നമ്മൾ ഫെബ്രുവരി 14 തീയതിക്ക് 2 വർഷമായി ഇനാഗ്രേഷൻ കഴിഞ്ഞിട്ട്. ഇപ്പോൾ നമുക്ക് ഇവിടെ ഉള്ള ഫെസിലിറ്റിയിൽ കുറവുള്ളത് വാട്ടർ കിയോസ്ക് ആണ്. അതിൻ്റെ പണി ഇതാ ഇപ്പം ഇന്ന് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ഇതിൻ്റെ ഉള്ളിലൊരു കഫ്റ്റേരിയ വരുന്നുണ്ട്, കുടുംബശ്രീയുടെ ഉണ്ട്. പിന്നെ ഒരു തട്ടുകട, ഫിഷ് സ്പാ, പിന്നെ ഐസ്ക്രീം പാർലർ. അങ്ങനെ ഐസ്ക്രീമിൻ്റെ ഒരു വണ്ടിയായിട്ടാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അവരെങ്ങനത്തെ ചെയ്യണമെന്ന് അറിയില്ല. അതിൻ്റെ ഒക്കെ ഇത് കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും തിരക്കുണ്ടാവും. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹൈവേയുടെ സൈഡാണ്. നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം പാർക്കിംഗ് എന്ന് പറയുന്ന സ്ഥലം വളരെ കുറവാണ്. പാർക്കിങ്ങിന് സ്ഥലമില്ല. അത് കൂടി ഒരു ചെറിയൊരു സ്പേസ് ആണുള്ളത്. പിന്നെ അപ്പുറത്ത് കിടക്കുന്നത് ഇറിഗേഷൻ്റെ സ്ഥലമാണ്. അവർക്ക് ഈ ബണ്ട് കെട്ടലും പിന്നെ ഇത് മണ്ണൊഴിക്കലും ഇതൊക്കെ ഉള്ളതുകൊണ്ട് ആ ഭാഗം നമുക്ക് ഉപയോഗിക്കാനേ പറ്റണില്ല. അപ്പോൾ പാർക്കിങ്ങിൻ്റെ വലിയൊരു ബുദ്ധിമുട്ടുണ്ട്. ശനി ഞായർ ദിവസങ്ങളിൽ അത് നന്നായി അനുഭവിക്കുന്നുണ്ട്. നല്ല തിരക്കുണ്ട് ഇപ്പോൾ. അതുപോലെ എവിടെ നിന്നൊക്കെ ആയാലും ആൾക്കാർ ഇപ്പോൾ ഇത് തുടങ്ങിയ ബോട്ടിങ് വളരെ കുറച്ച് സ്ഥലങ്ങളിലേ ഉള്ളൂ ഗവൺമെൻറ്റിൻ്റേതായിട്ടുള്ളത്. പ്രൈവറ്റ് അവിടെ ഇവിടെയൊക്കെ 4 മണിക്കാറ്റും പിന്നെ പുള്ളിലും ഇതൊക്കെ ഉണ്ട്. ഇവിടെ ഉള്ളത് ഇപ്പോൾ കണ്ടില്ലേ, DTPCയുടെ നേരിട്ടുള്ളൊരു സെൻ്ററാണിത്. ഡിസ്ട്രിക്ട് ടൂറിസം പ്രൊമോഷനാണ് അതിൻ്റെ നേരിട്ടുള്ള സെൻ്ററാണ്. ഇപ്പോൾ 3 പേര് സ്റ്റാഫ് ഉണ്ടായിരുന്നത് ഇവിടെ. ഒരു ക്ലീനിങ്, ഒരു സെക്യൂരിറ്റി, പിന്നെ ഇൻചാർജ് ഞാൻ. അങ്ങനെയായിരുന്നു. ഇപ്പോൾ ഒരാളെയും കൂടി വെച്ചു. ഷിഫ്റ്റ് ആക്കാതെ പറ്റില്ല. അത്രയും ടൈം കൂട്ടിയപ്പോൾ ഷിഫ്റ്റ് ആവണം. അതിപ്പോൾ രാവിലെ ഇപ്പോൾ ബോട്ടിങ്ങിന്, കയാക്കിങ്ങിന് 7 മണി തൊട്ടിട്ടൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ചിലപ്പം ഈ 9 മണി എന്നുള്ളത് ചിലപ്പം 8 മണിക്ക് എങ്കിലും ആക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അങ്ങനെ ഒരു ഇത് സജഷൻ സാറിൻ്റെ അടുത്തുനിന്ന് വന്നിരുന്നു. അങ്ങനെ ഈ സ്പോർട്സിനായിട്ട്, വാട്ടർ സ്പോർട്സ് എന്നാണല്ലോ. അപ്പോൾ കയാക്കിങ്ങിന് വേണ്ടിയിട്ട് ഇങ്ങനെ കുറച്ച് ആൾക്കാർ ടീമായിട്ട് വരാനൊക്കെ ആയിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു നേരത്തെ മുൻകൂർ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ടൈമിൽ നമുക്ക് തുറന്നു കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്. പിന്നെ വരുന്ന പബ്ലിക്കിൻ്റെ സന്തോഷമാണ് നമ്മുടെ അവരുടെ ആവശ്യങ്ങൾ അനുസരിച്ച് തീർച്ചയായിട്ടും നമ്മൾ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ അല്ലെങ്കിൽ രാവിലെ 11 മണിക്ക് വന്നിട്ട് 7 മണിക്ക് പോയിരുന്ന ആളാണ്. അപ്പോൾ അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ 8:30 ചിലപ്പോൾ 8:30 എന്നുള്ളത് 8:30 വരെ ഇവിടെ ഇരുന്നിട്ട് ഇവർ പോയി ഇറക്കി പോകുമ്പോൾ ചിലപ്പോൾ 9 ആവും. എന്നാലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. ഒരു കുഴപ്പമില്ല.